ഖൊമേനിക്ക് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിരുന്നു. മസൂദ് പെസഷ്കിയാൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് എത്തിയിരിക്കുന്നു. ഖൊമേനിയുടെ രക്തം വെറുതെയാകില്ല. ഇത് ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണമാണ്. ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്കെതിരായുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനമാണ്. പകരം വീട്ടും. ചരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കും ആ പകരം വീട്ടൽ. ഇതാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാന്റെ നടുനായകത്വം വഹിച്ചിരുന്ന ഖൊമേനി വധിക്കപ്പെട്ടു എന്നത് ശ്രദ്ധേയം. ഇറാൻ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം IRGCയുടെ ഇസ്ലാമിക് ഗാർഡ് റവല്യൂഷണറി കോർപ്സിൻ്റെ ചീഫ് കമാൻഡർ വധിക്കപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. പകരം മറ്റൊരാളെ ചീഫ് കമാൻഡറായി നിയമിക്കുകയും ചെയ്തു. ഖൊമേനിക്ക് പിന്നാലെ പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇറാൻ. ആ നേതാവിൻ്റെ പേര് വൈകാതെ തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടും. ഖൊമേനിയുടെ മകൻ തന്നെ ഖൊമേനിയുടെ അനന്തരാവകാശിയായി മാറും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിനും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ്റെ മിസൈൽ പരിധിക്ക് ഉള്ളിൽ തന്നെ. ബഹ്റൈനിലും ഒമാനിലും ഒക്കെ ഇറാൻ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ബഹ്റൈനിലും ഒമാനിലും ആക്രമണം നടത്തി എന്നതിന് പുറമെ താരതമ്യേന ശാന്തമായിരുന്ന ദുബായിലും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. UAE പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിലേക്ക് വന്ന ഇറാൻ മിസൈലുകളിൽ ഭൂരിഭാഗവും തങ്ങൾ തടുത്തു എന്നാണ്. അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ തോത് ഇതുവരെ വ്യക്തമായിട്ടില്ല. പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കാനും ആവില്ല. അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും മാത്രമാണ് യുദ്ധഭൂമിയിൽ കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും മസൂദ് പെസഷ്കിയാൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഖൊമേനിയെ വധിച്ചത് ഇറാനിൽ ആകെ മൊത്തം പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്നും ഇറാൻ അതോടെ കീഴടങ്ങും എന്നുമൊക്കെയാണ് ട്രംപും നെതന്യാഹുവും വിചാരിച്ചത്. എന്നാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കാൻ നിൽക്കുന്ന ഇറാനെയാണ് അവർക്ക് കാണേണ്ടി വന്നത്. ട്രംപും നെതന്യാഹുവും ഇറാൻ്റെ കരുത്തിന് മുമ്പിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും. ഇസ്രായേലും അമേരിക്കയും നടത്തിയ തന്ത്രപ്രധാനമായ ആക്രമണമാണ് ഖൊമൈനിയുടെ വധത്തിൽ കലാശിച്ചത്. ഖൊമൈനിയുടെ വധം ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്കിടയിൽ കടുത്ത അമർഷം ഉണ്ടാക്കിയിരിക്കുന്നു. പാകിസ്ഥാനിൽ അമേരിക്കൻ എംബസി തീയിട്ടു ജനങ്ങൾ. ഇന്ത്യയിൽ തന്നെ പലയിടത്തും പ്രകടനം നടത്തുന്നുണ്ട് ഖൊമൈനിക്ക് വേണ്ടി. അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ് ഖൊമൈനിയുടെ വധമെന്ന് പൊളിറ്റിക്സ് കേരള പറയും. വയോവൃദ്ധനായ ഖൊമൈനിയെ വധിച്ചതിലൂടെ എന്താണ് അമേരിക്ക നേടിയത്? എന്ത് അമേരിക്ക നേടി? എന്ത് അമേരിക്ക സ്വന്തമാക്കി? ഇസ്രായേലും അമേരിക്കയും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഖൊമൈനി വധിക്കപ്പെട്ടപ്പോൾ ഇറാൻ്റെ വീര്യം കൂടുന്നതായാണ് കാണുന്നത്. ഇറാൻ പൂർണ്ണമായും തിരിച്ചടിക്ക് സജ്ജമായി കഴിഞ്ഞു. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ അമേരിക്കയും
ഇസ്രായേലും പദ്ധതികൾ തയ്യാറാക്കുന്നു. 30-ലേറെ പോർ വിമാനങ്ങൾ ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട് അമേരിക്ക. ഇസ്രായേലും പോർ വിമാനങ്ങളെ അയച്ചിട്ടുണ്ട്. ഖൊമൈനിയുടെ മരണം സൃഷ്ടിക്കുന്ന വിഹുലതകൾക്കിടയിൽ ഇറാനെ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. പക്ഷേ ആഭ്യന്തര കലഹം ഒക്കെ മാറി ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാൻ ജനതയുടെ എല്ലാമായിരുന്നു അയത്തുള്ള അലി ഖൊമേനി. ഇസ്ലാമിക് റവല്യൂഷനിലൂടെ അധികാരം പിടിച്ചെടുത്ത നേതാവ്, പതിറ്റാണ്ടുകളോളം ഇറാനെ നയിച്ച നേതാവ്. ആ നേതാവിനെയാണ് ഒരു സുപ്രഭാതത്തിൽ കൊന്നു തള്ളിയത് അമേരിക്കയും ഇസ്രായേലും. ഇത് വരാൻ പോകുന്ന യുദ്ധത്തിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മസൂദ് പെസഷ്കിയാൻ എന്ന ഇറാനിയൻ പ്രസിഡന്റ്.